ഇവിടെ ഒരു പയ്യന്റെ പോക്കറ്റിൽ നിന്ന് നിറയെ ചോക്ലേറ്റ്സ് പുറത്തേക്ക് വീഴാണ്. സംഭവം എന്താന്ന് വെച്ചാൽ അവർക്കൊരു മാന്ത്രിക കല്ല് കിട്ടുകയാണ്. അത് കയ്യിൽ വെച്ച് എന്ത് ചോദിച്ചാലും അപ്പോ തന്നെ നടക്കും. ഇപ്പൊ കൂടി ആ പയ്യൻ ആ മാന്ത്രിക കല്ലിന്റെ പവർ യൂസ് ചെയ്ത് ഒരു കോട്ട ഉണ്ടാക്കിയിട്ട് ആ കോട്ട സംരക്ഷിക്കാൻ വേണ്ടി അതിനു ചുറ്റും വലിയ കുഴി ഉണ്ടാക്കുന്നു. അതിനുശേഷം ആ മാന്ത്രിക കല്ലിന് വേണ്ടി ബാക്കി രണ്ട് ഫ്രണ്ട്സ് അടികൂടാൻ തുടങ്ങി. അപ്പൊ പിടിവലിയിൽ മാന്ത്രിക കല്ല് തെറിച്ച് ആ മലയുടെ മുകളിൽ താഴേക്ക് വീഴുന്നു. ഉടനെ അവന്മാരും അത് തേടി കണ്ടുപിടിക്കാൻ താഴേക്ക് പോവാണ്. അപ്പൊ ആ മാന്ത്രിക കല്ല് വെള്ളക്കെട്ടിലെ ഒരു പാറയുടെ മുകളിൽ കിടക്കുകയായിരുന്നു. ഇത് കണ്ട ഉടനെ കല്ലെടുക്കാൻ വേണ്ടി ഒരു പയ്യൻ ചെല്ലാണ്. നോക്കിയാൽ അതൊരു പാറയായിരുന്നില്ല, അതൊരു മുതലയായിരുന്നു. ഉടനെ ആ മുതല മാന്ത്രിക കല്ല് വിഴുങ്ങുന്നു. അപ്പൊ ഇത് കണ്ട പയ്യൻ മുതലയുടെ വായിലേക്ക് എടുത്ത് ചാടുകയാണ്. കുറച്ചു കഴിഞ്ഞ് മുതല അവനെ കക്കി പുറത്തേക്ക് എറിയുന്നു. അങ്ങനെ അവൻ മാന്ത്രിക കല്ല് പുറത്തെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാണ്. എന്നാൽ മാന്ത്രിക കല്ലിന്റെ ശക്തി കാരണം മുതലകളെല്ലാം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഉടനെ അവൻ ആ കല്ല് യൂസ് ചെയ്ത് പറക്കുന്ന ഡൈനോസറിനെ വരുത്തുന്നു. അപ്പൊ ഡൈനോസർ അവരെ എടുത്തുകൊണ്ട് പോയി കോട്ടയുടെ മുകളിലേക്ക് കൊണ്ടിടുന്നു. അങ്ങനെ രക്ഷപ്പെടുന്ന വിചാരിച്ചു നോക്കുമ്പോൾ ആ മുതലകളെല്ലാം കോട്ടയുടെ മുകളിലേക്ക് നടന്നു കയറി വരുന്നു. ഉടനെ പയ്യൻ മാന്ത്രിക കല്ല് യൂസ് ചെയ്ത് ഭയങ്കര കാറ്റ് വരുത്തി മുതലകളെ അവിടെ നിന്ന് പറത്തിവിടുന്നു.